നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനെയൊക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയി വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന്. ഞായറാഴ്ചയല്ലേ, പിന്നെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. പക്ഷേ വോയിസ് കൊടുക്കുമ്പോഴേ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പകുതി എത്തുമ്പോൾ അവരെന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ പിന്നെ ഞാൻ വോയിസ് കൊടുക്കേണ്ട നിർത്തും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ കുറേ പ്രാവശ്യം വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര പാടാണേ. അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത്. എന്തായാലും ഞാൻ വയനാട്ടിൽ പോയ ലോങ് വീഡിയോ ഒക്കെ ഉണ്ട്, പറശ്ശിനിക്കടവിന് പോയ ലോങ് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ആയിട്ട് ഞാൻ വരും. ഇന്ന് നമ്മുടെ ഞായറാഴ്ചത്തെ ചെറിയ വിശേഷം കാണാം കേട്ടോ. 10 മണിയായി, ആരും എണീറ്റിട്ടില്ല. ആദൂട്ടി എണീറ്റിട്ടില്ല, ഒരാൾ ചേച്ചിയുടെ മോൻ കുട്ടാപ്പി മാത്രം എണീറ്റിട്ടുണ്ട് കേട്ടോ. ബാക്കി ആരും എണീറ്റിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും എണീറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. വീഡിയോയ്ക്ക് വരാൻ മടിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ആരോ ചോദിച്ചായിരുന്നു ചേച്ചിയുടെ മക്കൾ പോയോന്ന്. ഇല്ല കേട്ടോ, അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അവരിവിടെ ഉണ്ട്. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ മോനുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് അടിച്ച് പൊളിച്ചിരിക്കുന്നു. അതുട്ടിക്ക് സന്തോഷമാണ് കേട്ടോ, എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അതുട്ടിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ അമ്മേൻ്റെ മോൻ്റെ മാത്രമല്ലേ കാണുന്നുള്ളൂ എപ്പോഴും. ഇപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്, മക്കളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആദൂട്ടീനെ എടുക്കണം. ഉപ്പുമാവാണ് കേട്ടോ, ഉപ്പുമാവും ചായയും കൊടുക്കണം. ഞായറാഴ്ച ദിവസം ഞാൻ കുറച്ച് ഉടായിപ്പോൾ കേട്ടോ. ഉപ്പുമാവ് അവൻ കഴിക്കാൻ പാടാണ്, എന്നാലും ഞായറാഴ്ച ആകുമ്പോൾ കുറച്ച് സമയം എടുത്ത് കൊടുക്കാമല്ലോ. പിന്നെ തിങ്കളാഴ്ച തൊട്ടാണെങ്കിൽ അത് നടക്കത്തില്ല, സമയം എടുത്ത് കൊടുക്കലെന്ന് പറ്റിയാലോ. അപ്പം ഞാൻ ദോശയോ അപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. ആൾക്ക് അപ്പത്തിന് കറി വേണം. അപ്പം നമ്മുടെ ഞായറാഴ്ചത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് 2:30 വീഡിയോ ഇടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പറ്റുന്നവരെല്ലാം കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. എന്നും പറയും എന്നും വീഡിയോ ആയിട്ട് വരാമെന്ന്. ഇനി എന്ന് വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ രാവിലെ പെട്ടെന്ന് തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് പോകാനുള്ളൊരു, പിന്നെ ഞായറാഴ്ച അല്ല എന്നും തെറാപ്പിക്ക് പോകുമ്പോഴേ വീഡിയോ എടുത്തിട്ട് തെറാപ്പിക്ക് പോകാനുള്ളൊരു സമയം എനിക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്, എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പോകാൻ നോക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. എന്തുവാടാ കുട്ടാപ്പി ചായയൊക്കെ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 പേരും എഴുന്നേറ്റിട്ടില്ല. 3 പേരല്ല 4 പേരും എഴുന്നേറ്റിട്ടില്ല. ഇനിയിപ്പം ആദൂട്ടി എണീറ്റിട്ട് കാണാം. ആദൂട്ടി എണീറ്റ് വന്നു കേട്ടോ. ആദൂട്ടി എണീറ്റ് വന്ന കൂടത്തിൽ ആദൂട്ടിൻ്റെ വലിയമാവൻ എണീറ്റ് വന്നു. കുട്ടാപ്പിച്ചേട്ടൻ എണീറ്റ് വന്നു. ആകാശേട്ടൻ മാത്രം എണീറ്റിട്ടില്ല. ആകാശേട്ടൻ അവിടെ കിടക്കുക. 10 മണിയായിട്ട് അവൻ എണീക്കാനായിട്ടില്ല. അവൻ എണീക്കാത്തത് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി പോയ റെഡി വെച്ച് കൊടുക്കണേ. എല്ലാവരും എന്തെടുക്കുക, സുഖമാണോ എന്ന് ചോദിച്ച് ക്ഷീണിച്ചിട്ട് എല്ലൊക്കെ ഇവിടെ അങ്ങ് പൊന്തി. ക്ഷീണിച്ചിട്ട് ഇവിടെ എല്ലൊക്കെ ഇവിടെ അങ്ങ് പൊന്തി. ഇവിടെ 2 സ്ഥലത്തും ലോങ് വീഡിയോ കുറേ ദിവസമായിട്ട് ഇട്ടിട്ട് ഫാനൊന്നും നിർത്ത്. ഇങ്ങനെ ഇവരെ പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. എല്ലാവരും ചൂട് കാരണം ഷർട്ട് ഇടാതിരിക്കുവാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഉണ്ണിക്കൂട്ടിനടക്കം എൻ്റെ മോ മാത്രം ഉടുപ്പിട്ടിട്ടുള്ളൂ. എൻ്റെ മോ മാത്രം നല്ല കൊച്ച്. ചേട്ടന്മാരൊക്കെ ഒന്നുകൊണ്ട് ഹാപ്പിയില്ലേ? എല്ലാത്തിനും മോദവർപ്പിരാം. ഉപ്പുമാവ് കണ്ടിട്ടാണോ എന്നൊരു സംശയമില്ല. ഉപ്പുമാവ് കണ്ടിട്ട് മോദവർപ്പിച്ചത്. ഉപ്പുമാവ് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമില്ലാത്ത ഉപ്പുമാവ് കണ്ടാൽ പിന്നെ ഞാൻ മോദവർപ്പിക്കല്ലേ അല്ലേ? ഉപ്പുമാവ് കണ്ടാനാണ് മോന്ത വീർപ്പിച്ചത് ഞങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ ചേട്ടന്മാരെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. കൊച്ചിൻ്റെ ചേട്ടന്മാരെല്ലാവരും കാണിച്ചു തരാവേ. ഞാനേ ഇവർ ഓൺ വോയിസിലൊക്കെ പറഞ്ഞാണേ, പക്ഷെ എന്തോ ആയിപ്പോയി. നടുക്കിരിക്കുന്നത് അമ്പാടി അഭിനവ്. അത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് കേട്ടോ. ഇവന്മാരുടെയൊക്കെ അമ്മാവൻ ഹായൊക്കെ പറയുന്നുണ്ട്. ആദൂട്ടി അതാണ് നോക്കി ചിരിക്കുന്നത്. ആദൂട്ടിനെ മടി വെച്ചേക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോനാണ്. പേര് ആകാശ്. അവൻ മറൈൻ എഞ്ചിനീയർ കഴിഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പം ട്രെയിനിങ്ങിന് കയറണം കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടൻ അവിടെ കിടപ്പുണ്ട്. അപ്പുറത്തിരിക്കുന്നത് കുട്ടാപ്പി കേട്ടോ. കുട്ടാപ്പി +2ലേക്ക് ആൾ വന്നു കഴിഞ്ഞിട്ട് ഇവന്മാരുടെ കൂടെ വലിയ പുറത്തു പോക്കൊന്നുമില്ല കേട്ടോ. എൻ്റെ കൂടെ തന്നെയാണ് ഇത്രയും ദിവസം നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇനിയിപ്പം എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുവാണ്. അപ്പം ഞാൻ ഉണ്ണീനോട് പറഞ്ഞു കേട്ടോ, എണീറ്റിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നേ. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ എണീപ്പിച്ച് ഇരുത്താനുള്ള പരിപാടിക്ക് ഞാൻ വീഡിയോ നിർത്തുവാണ് കേട്ടോ. ഉണ്ണിക്കുട്ടന് ഭയങ്കര മടി. അപ്പം എനിക്ക് വയ്യ, ചൂടാണ്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ കിടന്നാൽ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എണീറ്റിരുന്നോളാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ ഉണ്ണിക്കുട്ടനെ എണീപ്പിക്കുകയാണ് കേട്ടോ. ഇവന്മാരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ വഴക്കൊന്നുമില്ല, പക്ഷെ നല്ല ഒച്ചപ്പാടാണ്. ആദൂട്ടി ഭയങ്കര ഹാപ്പിയിലുമാണ്. അമ്മാവൻ്റെ പിടിച്ച് കീറിക്കിട്ടൊക്കെ ഞുള്ളുമൊക്കെ ചെയ്യുന്നതാണ്. കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകും കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ആദൂട്ടിയും തന്നെയാകും വീണ്ടും. അപ്പോൾ ആദൂട്ടിക്ക് അത് പറയുമ്പോൾ തന്നെ മോന്തയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആദൂട്ടി ഹാപ്പിയാണ് കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമ്പം കുഞ്ഞ് ഒരുപാട് ഹാപ്പിയാണ്. എല്ലാവരും കൂടി ചിരിച്ചും കളിച്ചും പിന്നെ മാറി മാറി ഓരോരുത്തർ എടുത്തുകൊണ്ട് നടക്കുമല്ലോ. അമ്മാവൻ മാത്രമാണ് കേട്ടോ എടുക്കാത്തത്. അമ്മാവൻ എടുക്കാൻ അറിയത്തില്ല. പിന്നെ അതുമല്ല, അമ്മാവൻ എടുക്കാൻ അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ നിലത്ത് വീണ് പോവോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഓ, ചേട്ടായിൻ്റെ മേത്തേക്ക് കിടക്കുവാണ്, ചേട്ടായിമാരുടെ മേത്തേക്ക്. അമ്പാടിയേ, ഓ അമ്പാടി കണ്ണൂരാണ് കേട്ടോ. ഇരിട്ടിയാണ് അമ്പാടീൻ്റെ വീട്. ആ, അവിടെയുള്ളൊരു ലൈക്കടി. പിന്നെ ഇവന്മാര് ഇവിടെയാണ്, തമിഴ്നാടാണ്. രണ്ടുപേരും തമിഴ്നാടാണ് കേട്ടോ. ആ, എല്ലാവരും കൂടിയുള്ള കളിയാണേ. ആദൂട്ടീൻ്റെ കാര്യം പറയണ്ടല്ലോ. ആദൂട്ടിക്ക് പിന്നെ ചേട്ടന്മാരെയും അമ്മാവനെയൊന്നും കിട്ടി, ഇപ്പം അമ്മേനെ വേണ്ട. അതുകൊണ്ടേ ആദൂട്ടി ഇപ്പോൾ തെറാപ്പി സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിലും മൂഡ് ഔട്ടാണ് കേട്ടോ. ഇവിടെ ഇവന്മാരിരുന്ന് എന്ത് കാണിക്കുവാണെന്ന് പറഞ്ഞിട്ട് തെറാപ്പി സെൻറ്ററിൽ പോകുമ്പോൾ ചിരിക്കുന്നതാണേ. ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഇവന്മാർ വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചിരിയും കളിയൊന്നും ഇല്ല അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിച്ചുപോയി. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷേ ക്യാമറ തിരിച്ചുപോയി. അപ്പോൾ ചേട്ടന്മാരെ എല്ലാവരെയും പരിചയപ്പെട്ടില്ലേ? ഇനിയിപ്പോൾ ഞാനും എൻ്റെ ആദൂട്ടിയും കൂടി കാണിക്കാം. ആ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, മതി. ചേട്ടന്മാരെയൊക്കെ കണ്ടില്ലേ ആദൂട്ടിയുടെ? ചേട്ടന്മാർ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ എന്നെയും കൂടി അങ്ങോട്ട് വിടാനും കണ്ട. അല്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ എൻ്റെ മോൻ്റെ? ചേട്ടന്മാരെ കണ്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മേനൊന്നും വേണ്ട. അയ്യോ, അമ്മേനെ വേണ്ടാത്തൊരു കുഞ്ഞാ വേണ്ടേ? അയ്യോ, അമ്മേന് വേണ്ടേ? ഒത്തിരി ദിവസമായില്ലേ. പിന്നെ നെഗറ്റീവ് ഇടുന്ന മക്കളോടാണ് പറയുന്നത്. എല്ലാവരുടെയും സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. എത്ര ദിവസമായി, എത്ര വർഷമായി തുടങ്ങിയിട്ടെന്നും പറഞ്ഞാൽ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് വഴി തന്നെ പോവുകയാണ്. അപ്പം അതിനെക്കുറിച്ച് എവിടെയാണ് എന്താണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ എല്ലാവരോടും പറയാം. ഇത്രയും നാളും പറഞ്ഞ പോലെ പാഴ്വാക്കായിരിക്കില്ല. എന്തായാലും കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വയ്യാത്തൊരു കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം തടവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോവാം. അതിൻ്റെ സൗണ്ട് കുറയ്ക്കേ. അപ്പം അതിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, കാരണം ഇത്രയും നല്ല സന്തോഷമുള്ളൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കൂടി കൂടിയിട്ട്. അതുകൊണ്ട് ആ കാര്യം നമുക്ക് അവിടെ നിർത്താം. എന്തായാലും മുട്ടൻ പണിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതിന് മുമ്പ് നമ്മൾ അല്ലേ, ഞങ്ങൾ ചേട്ടായിമാരൊക്കെ ഇട്ട് ഇരിക്കുവാണ്. ഇനിയിപ്പോൾ ചേട്ടായിമാരെല്ലാം കൂടി പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. അതിൻ്റെ മൊത്തത്തിലുള്ളൊരു മൂഡ് മാറും കേട്ടോ. കൈ ഇങ്ങോട്ട് വയ്ക്കുക. ചേട്ടന്മാരെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മാൾക്കൊച്ചിന് ഇന്ന് നീറ്റിൻ്റെ എക്സാമാണ്. നമ്മളൊരു മേപ്പാടി കൊട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിട്ടിയേക്കുന്നത്. അവിടെ എത്തി കേട്ടോ. ആൾ 11 മണിക്ക് അവിടെ ചെന്ന് എക്സാമിന് കയറിയിട്ടുണ്ട്. 2 മണി തൊട്ട് 5 മണി വരെ എക്സാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരെന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുവാടാ വീഡിയോ എടുക്കുക? ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും റൂമിലാണ് കേട്ടോ. എല്ലാവരും കൂടി ഭയങ്കര കൂട്ടാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അത്ര സൗണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സൗണ്ടാണ്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇതെവിടെയുണ്ട്? ഉണ്ണിക്കുട്ടൻ പിന്നെ കുറേ എന്തൊക്കെയോ നോട്ടുകൾ കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നോട്ടൊക്കെ മേടിച്ച് വെച്ചിട്ടിരിക്കുവാണ്. നോട്ടും പേനയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുവാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പം അവന് വയനാട് പോകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നോട്ടൊന്നും കംപ്ലീറ്റ് ആക്കിയില്ല, ഞാൻ വിടിയാലാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടൊക്കെ മേടിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉച്ചയാക്കാനായി ഇനി അതുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ചേട്ടന്മാരുടെ അടുത്തേക്ക് പോവുകയാണേ. പൊക്കോ എടാ വന്നെടുത്തോ കേട്ടോ, ഒന്നെടുത്തോ. ടാറ്റാ, ബൈ ബൈ.